കണ്ണുകൾ നമുക്ക് ഒരു നിമിഷം അടയ്ക്കാം. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് വലിയ വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ കൃപ, ദിവസാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരുവാൻ തടസ്സമായിരിക്കുന്ന എല്ലാ പാപത്തിൻ്റെ മേഖലകളെയും ഈശോയെ ഞങ്ങളിൽ നിന്ന് ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പരിപൂർണമായിട്ടും നമ്മുടെ ശരീരത്തെ മുഴുവൻ ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കണം. കണ്ണുകൾ പൂർണ്ണമായിട്ടും അടയ്ക്കുക. ലോകത്തോടുള്ള എല്ലാ ആസക്തികളെയും സമ്പത്തിനോടുള്ള എല്ലാ ആഗ്രഹങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നാം സമർപ്പിക്കുക. ജീവനെ നൽകിയവൻ ജീവനെ പിൻവലിച്ചാൽ നമ്മുടെ ശരീരം വെറും മണ്ണിലേക്ക് പോവുകയാണ്. ആ ഒരവസ്ഥയിൽ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ ജീവനെ ദൈവസന്നിധിയിലേക്ക് വിളിക്കുക. ഈ ലോകത്തിൻ്റെ എല്ലാ വ്യഗ്രതകളെയും വിട്ടുകൊടുത്തുകൊണ്ട് പരിപൂർണമായും ഈ ശുശ്രൂഷയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കണ്ണുകളടച്ച് കരം കൂപ്പിപ്പിടിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവനെ സമർപ്പിക്കുക. അവൻ നൽകിയത് ജീവനാ, അവസാനത്തുള്ള ജീവൻ. സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ഈശോ പഠിപ്പിക്കുക. കുരിശിൽ കിടന്നുകൊണ്ട് ഒറ്റിക്കൊടുത്തവനെ സ്നേഹിത എന്ന് വിളിക്കുക ഈശോ. അരുത്. എല്ലാം ഉപേക്ഷിച്ച് മടങ്ങി വരാൻ ഈശോ വിളിക്കുക. പത്രോസ് മടങ്ങി വന്നതുപോലെ എല്ലാം ഉപേക്ഷിച്ച്, വീശിയിട്ടൊന്നും കിട്ടുന്നില്ല, ഒത്തിരി അധ്വാനിച്ചിട്ടും ഫലമൊന്നുമില്ല, നിരാശ മാത്രം. കർത്താവ് പറയുന്നത് പത്രോസ് കേൾക്കുകയാണ്. മകനെ, നീ വലതുവശത്തേക്ക് വീശുക. പത്രോസ് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക. കോഴി കൂവുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ വചനത്തെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞെങ്കിൽ അതേ വചനത്തെ അനുസരിക്കുവാൻ പത്രോസ് തയ്യാറായപ്പോൾ വല നിറയെ മത്സ്യം കിട്ടുകയാണ്. സമൃദ്ധിയുടെ ദൈവമാണ്. ജീവൻ സമൃദ്ധമായിട്ട് നൽകിയവനാ. നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ മേൽ കർത്താവിൻ്റെ ജീവൻ കടന്നു വരികയാണ്. പത്രോസ് അവൻ പറയുന്നത് കേട്ടു. വചനമാ. അവനിൽ നിന്ന് വന്നത് പിതാവിൻ്റെ വാക്കുകളാണ്. സ്വമേധയെ അവൻ സംസാരിച്ചതല്ല. വിട്ട കാര്യങ്ങൾ മാത്രമേ ഈശോ പറഞ്ഞുള്ളൂ. പിതാവിൻ്റെ വാക്കുകളെ, പുത്രനിലൂടെ നൽകപ്പെട്ട തിരുവചനങ്ങളെ അനുസരണയോടെ കേട്ട് അതനുസരിച്ചപ്പോൾ പത്രോസിന് അത് അനുഗ്രഹമായിട്ട് മാറുകയാണ്. പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ കാതുകളെ നമുക്ക് വിട്ടുകൊടുക്കാം. ശ്രദ്ധാപൂർവം കേട്ട എല്ലാ രോഗികളും സുഖം പ്രാപിച്ചു എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തെ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന ഓരോ രോഗികളും സൗഖ്യം പ്രാപിച്ചു. ദൈവത്തിൻ്റെ വചനത്തെ ശ്രദ്ധാപൂർവം കേട്ടപ്പോൾ പൈശാചിക ശക്തികൾ ശരീരങ്ങളിൽ നിന്ന് വിട്ടകന്നുപോയി. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെ കർത്താവ് അത് വെളിപ്പെടുത്തുകയാണ്.
ദൈവത്തിന്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ചേതനയിലും ആത്മാവിലും എല്ലാം കടന്നുവന്ന് ഹൃദയത്തിലുള്ള എല്ലാ നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്ന ദൈവത്തിന്റെ വചനം. ഈശോയെ, ആ വചനം കടന്നു വരുവാൻ തടസ്സമായിരിക്കുന്ന എല്ലാ പാപത്തിന്റെ മേഖലകളെയും ദൈവവചനത്തെ ഉപേക്ഷിച്ചതിലൂടെ, ദൈവപ്രമാണങ്ങളെ അനുസരിക്കാതെ കടന്നുപോയതിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും പടിയിറങ്ങട്ടെ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ശക്തമായ വചനത്തിലൂടെ പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എപ്രകാരം അപ്പത്തിലേക്ക് ആവസിക്കപ്പെട്ടോ അപ്രകാരം തിരുവചനങ്ങളിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് യേശു കടന്നു വരികയാണ്. കാരുണ്യത്തിനായിട്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ഈ ആലയത്തിലായിരിക്കുവാനും ദൈവത്തിൻ്റെ വചനം കേട്ട് അതനുസരിച്ച് എല്ലാ പ്രമാണങ്ങളും അനുസരിച്ച് എല്ലാ കൽപ്പനകളും പരിപൂർണമായിട്ടും അനുസരിച്ച് സഭയോട് ചേർന്ന് പൂർവപിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, പ്രിയ ദൈവജനമേ, അബ്രാഹത്തോട് ദൈവം ചെയ്ത ഉടമ്പടി നമ്മളിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. തൻ്റെ ഏകജാതനിലൂടെ ലോകത്തെ അവിടുന്ന് രക്ഷിക്കുകയാണ്. തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, പ്രത്യുത അവനിലൂടെ ലോകം രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ലോകം മുഴുവനും ഓരോ ജീവനും ജീവനുള്ളതായി തീരുവാൻ, വചനമായിട്ട് മാറുവാൻ വേണ്ടിയ വചനമായ ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചത്. ആ വചനമെന്ന് അപ്പമായി തീർന്നിരിക്കുകയാണ്. സഹിയോൻ ഊട്ടുശാലയിൽ അവിടുന്ന് പരിശുദ്ധ കുർബാനയായിട്ട് അപ്പത്തിന്റെ രൂപത്തിൽ ജീവനുള്ള ദൈവം ഇന്നായി തീർന്നിരിക്കുകയാണ്. ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, പാനം ചെയ്യുവിൻ. ഇത് നിത്യജീവന്റെ അപ്പമാണ്. നിത്യം ഈ ലോകത്തിലും സ്വർഗീയ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയെല്ലാം ജീവൻ പകരുന്ന സ്വർഗീയ മന്നയായ പരിശുദ്ധ കുർബാന കണ്ണടച്ച് ജീവനുള്ള വചനത്തെ, യേശുവിനെ ശ്രദ്ധാപൂർവം അപ്പസ്തോലന്മാരിലൂടെ ദൈവം പ്രവർത്തിച്ച ഓരോ പ്രവർത്തനങ്ങളെയും ശ്രദ്ധാപൂർവം കേട്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താൻ കരങ്ങൾ ഉയർത്തി വലിയ വിശ്വാസത്തോടെ സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പാപികളായി ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും കരുണ കാണിക്കണമേ. അവിടുത്തെ ജ്ഞാനത്തെ ഇപ്പോൾ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ജ്ഞാനത്തോട് ചേർന്ന് നിൽക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അവിടുത്തെ ആത്മാവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക്, ഞങ്ങളുടെ മനസ്സിലേക്ക്, ചിന്തകളിലേക്ക്, ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലേക്കും ശരീരത്തിന്റെ എല്ലാ പ്രവണതകളിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ അയച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെടുവാൻ ഞങ്ങളുടെ മേൽ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയർപ്പിച്ച തമ്പുരാന്റെ വലിയ സ്നേഹത്തെ നമുക്ക് വിളിക്കാം. യേശുവേന്ന് കരമുയർത്തിപ്പിടിച്ച് വലിയ വിശ്വാസത്തോടെ, അഭിഷേകത്തോടെ, ശക്തിയോടെ ഓരോ മക്കളും വിളിക്കുക. യേശുവേന്ന് വിളിക്കുക, ഈശോയെന്ന് വിളിക്കുക. സ്നേഹത്തോടെ ക്രൂശിതനായ യേശുവിനെ, ജീവനുള്ള ദൈവത്തെ മരകഷ്ണത്തോട് ചേർന്ന് കിടന്നുകൊണ്ട് മാനവകുലത്തിന്റെ പാപത്തെയും രോഗത്തെയും
പൈശാചിക ബന്ധനങ്ങളെയും ഏറ്റെടുത്ത ദൈവപിതാവിന്റെ സ്നേഹത്തെ ഒന്ന് വിളിക്കാം. യേശുവേന്ന് വിളിക്കാം, യേശുവേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം. ഞങ്ങളുടെ മേൽ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഗാനത്തോട് ചേർന്ന് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ പാപികളുടെ മേലും തിരുവചനത്തെ ഗ്രഹിക്കുവാൻ, തിരുവചനമനുസരിച്ച് ജീവിക്കുവാൻ, പരിശുദ്ധ കുർബാനയിൽ വചനത്തിൽ ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയ്ക്കായിട്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ഏറ്റവും കൊടും പാപിക്കാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ പങ്കുചേരുവാൻ ഏറ്റവും അവകാശം എനിക്കും നിങ്ങൾക്കും ആണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ പങ്കുചേരുവാൻ ദൈവം അവകാശം നൽകിയിരിക്കുന്നത്. കരമുയർത്തി നമുക്ക് ഒരുമിച്ച് വിളിക്കാം. യേശുവേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം. ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാം, ഒത്തിരി കാരുണ്യത്തിനെ നമുക്ക് വിളിക്കാം. യേശുവേന്ന് വിളിക്കാം. കരുണ കാണിച്ച ദൈവത്തിന്റെ കാരുണ്യത്തെ വിളിക്കാം. യേശുവേന്ന് വിളിക്കാം. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. ഈശോയുടെ
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, കരമുയർത്തി പിടിച്ച് പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. എല്ലാവരും ചേർന്ന് പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. യേശുവേ, നന്ദി പറയാം. കൃപ ചൊരിയുന്നതിനെ ഓർത്ത് നന്ദി പറയാം. ഒത്തിരിയേറെ രോഗികളെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ട്. പാപത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ഒത്തിരിയേറെ മക്കൾക്ക് ജഡത്തിന്റെ പ്രേരണയിൽ നിന്ന് കർത്താവ് മോചനം നൽകുന്നുണ്ട്. പ്രാർത്ഥിച്ച് കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ഒന്ന് കരം കൂപ്പി പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച് നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കിക്കേ. ദൈവരാജ്യം സമീപിച്ചിരിക്കുക. മാനസാന്തരപ്പെടുവേൻ. മാനസാന്തരത്തിനുതകുന്ന ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കാം. വൃക്ഷത്തിന്റെ ചുവടില് കോടാലി വെക്കപ്പെട്ട് കഴിഞ്ഞു. ഫലം തരാത്തതിനെ വെട്ടി തീയിലിടും. ഈശോയെ, ദൈവരാജ്യത്തില് ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ എന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുക. യോഹന്നാൻ പറഞ്ഞതാ, കോടാലി ചോട്ടിൽ വെച്ചിരിക്കുക. ഫലം തരുന്നില്ല എന്ന് കണ്ടാൽ അതിനെ വെട്ടി തീയിലിടും. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. തീ കിടക്കുന്ന അനുഭവമാണോ? ഉരുക്കി വാർക്കുകയല്ലേ? സ്വർണം അഗ്നിയിൽ ശുചീകരിക്കപ്പെടുന്നത് പോലെ സഹനത്തിന്റെ അഗ്നിയിൽ നാം ശോചന ചെയ്യപ്പെടുകയാണ്. കർത്താവിൻ്റെതായിട്ട് മാറാൻ, ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുവാനാണ് മക്കൾ പ്രാർത്ഥിച്ചേ.
ആത്മാവിനെ തരണേ ഈശോയെ. മാമോദീസ് എന്ന കുദാശയിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണമേ. ക്രൈസ്തവരായിട്ടുള്ള മക്കൾ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. എല്ലാ പീഡകളെയും, എല്ലാ വ്യാധികളെയും, എല്ലാ തകർച്ചകളെയും, എല്ലാ ദാരിദ്ര്യത്തെയും, പട്ടിണിയെയും എല്ലാം ഇല്ലായ്മ ചെയ്യുന്ന ദൈവത്തിന്റെ ആത്മാവ്, പുത്രനിലേക്ക് ആവസിച്ച അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. സ്നാപ യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച ദൈവത്തിന്റെ പുത്രൻ കരയിലേക്ക് കയറുമ്പോൾ ആകാശം പിളർന്ന് പ്രാവിന്റെ രൂപത്തിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുത്രനിലേക്ക് ആവസിക്കപ്പെട്ടത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുക. വചനം ക്രിസ്തുവിലേക്ക് കടന്നു വരികയാണ്. വചനത്തിന്റെ പൂർണ്ണതയായി ക്രിസ്തു മാറുകയാണ്, യേശു മാറുകയാണ്. പിതാവിനെ അനുസരിക്കുവാൻ പരിശുദ്ധാത്മാവ് ശക്തി തരികയാണ്. പ്രിയ ദൈവജനമേ, ഈ ആത്മാവ് പുത്രനെ മരുഭൂമിയിലേക്ക് നയിച്ചത്. പരീക്ഷണങ്ങളുടെ മധ്യത്തിലൂടെ പുത്രനായ യേശുനാഥൻ നമ്മളിൽ ഒരുവനെ പോലെ കടന്നു പോകുമ്പോൾ, പിതാവിന്റെ വചനത്തിൽ നിലനിന്നപ്പോൾ സാത്താൻ പരാജയപ്പെട്ട ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി വിട്ടുപോകുകയാണ് ചെയ്തത്. 3 ജഡീക ദുരാശകളിൽ ഈശോയ്ക്ക് പ്രേരണ തരുന്നുണ്ട്. ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ മുകളിൽ കയറ്റി നിർത്തി എല്ലാം കാണിക്കുകയാണ്. സൃഷ്ടിച്ചവനെ സാത്താൻ മുഴുവൻ കാണിക്കുകയാണ്. അപ്പം വർദ്ധിപ്പിച്ചവനെ ജഡത്തിന്റെ പ്രേരണയിലൂടെ കൊണ്ടുപോകുക. വിശക്കുന്നില്ലേ എന്ന് അപ്പം വർദ്ധിപ്പിച്ചവനോട്, ഇസ്രായേൽ ജനത്തിന് മന്ന കൊടുത്തവനോട് സാത്താൻ ചോദിക്കുക, നിനക്ക് വിശക്കുന്നില്ലേ എന്ന്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവപിതാവിന്റെ വചനം കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പുത്രൻ തമ്പുരാൻ സാത്താനോട് പറഞ്ഞപ്പോൾ സാത്താൻ ആ മേഖലയിൽ നിന്ന് വിട്ടുപോകുക. ജഡത്തിന്റെ പ്രേരണയിൽ നിന്ന് അവൻ എന്നേക്കുമായി പുത്രന്റെ അടുത്തുനിന്ന് പോകുക. മക്കൾ പ്രാർത്ഥിച്ചേ, വീണ്ടും കണ്ണിന്റെ ദുരാശയിലേക്ക് കൊണ്ടുപോവുകയാണ്. സൃഷ്ടിച്ചവനെ, സൃഷ്ടാവായ ദൈവത്തെ, പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ച തമ്പുരാനെ സാത്താൻ പരീക്ഷിച്ചെങ്കിലോ, പ്രിയ ദൈവജനമേ, എന്നെയും നിങ്ങളെയും സാത്താൻ പരീക്ഷിക്കാതിരിക്കുവോ? ആത്മാവ് ആരിലുണ്ടോ അവൻ മരുഭൂമിയിലൂടെ കടന്നുപോയേ പറ്റത്തുള്ളൂ. ഈ കാണുന്നതെല്ലാം നിനക്ക് ഞാൻ തരാം. ദൈവത്തോട് സാത്താൻ പറയുകയാ. ഈ കാണുന്നത് മുഴുവൻ സൃഷ്ടാവായ ദൈവത്തോട് സാത്താൻ പറയുക, ഈ കാണുന്നതെല്ലാം നിനക്ക് ഞാൻ തരാം, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ. പിതാവായ ദൈവത്തിന്റെ വചനം പുത്രൻ പറയുകയാ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മക്കളെ, പ്രലോഭനങ്ങളെ അതിജീവിക്കണമെങ്കിൽ ദൈവപിതാവിന്റെ വചനമാണ് പുത്രനിലൂടെ സംസാരിക്കപ്പെട്ടത്. പഴയ നിയമ കാലഘട്ടത്തില് പ്രവാചകന്മാരിലൂടെ സംസാരിച്ച ദൈവം തന്റെ പുത്രനിലൂടെ നേരിട്ട് ഈ കാലഘട്ടത്തില് സംസാരിക്കുകയാ. വചനമായിട്ട് കടന്നു വന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പൈശാചികമായ എല്ലാ ബന്ധനങ്ങളും ശരീരങ്ങളിൽ നിന്ന് വിട്ടകന്നു പോകുവാൻ, പ്രലോഭനത്തെ അതിജീവിക്കുവാൻ, വചനം നമ്മളിലേക്ക് കടന്നു വരുവാൻ, ജ്ഞാനത്തെ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ അറിയുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി തമ്പുരാനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുവചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. സ്വരമുയർത്തി സ്തുതിച്ചേ. അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. നീ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാൽ മാലാഖമാർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സാത്താനെ, നീ ദൂരെ പോകുക. എന്നേക്കുമായി സാത്താൻ പുത്രൻ തമ്പുരാന്റെ
ജീവിതത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. കുരിശിൽ കയറുവാൻ, മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ലോകത്തിന് സമർപ്പിക്കുവാൻ ശക്തനായവൻ ശക്തി നേടിയത് പ്രലോഭനത്തെ അതിജീവിച്ചപ്പോഴോ. മക്കളെ, കരമുയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? അഭിഷേകം വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. പുത്രൻ തമ്പുരാനിലേക്ക് കടന്നു വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രലോഭനത്തെ അതിജീവിക്കുവാൻ ശക്തി കൊടുത്തതെങ്കിലോ ആ ആത്മാവിനെയാണ് പുത്രൻ തമ്പുരാൻ വാഗ്ദാനം ചെയ്തത്. ഞാൻ പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയാൽ ഉടൻ തന്നെ സഹായകനായ മറ്റൊരു സഹായകനെ, ഇന്നേ വരെ നിങ്ങളെ സഹായിച്ചിട്ടില്ലാത്ത പുതിയൊരു സഹായകൻ, മറ്റൊരു സഹായകൻ നിങ്ങളിലേക്ക് കടന്നു വരും. ആ സഹായകൻ വന്നു കഴിഞ്ഞാൽ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചതെല്ലാം നിങ്ങളെ അവൻ അനുസ്മരിപ്പിക്കും. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേന്ന് വിളിക്കാമോ? അഭിഷേകം വ്യാപരിക്കട്ടെ, ശക്തി നിറയട്ടെ, പ്രലോഭനത്തെ അതിജീവിക്കുവാൻ ശക്തനായവൻ ഇതാ ശക്തി തരികയാ. അപ്പമായിട്ട് അവൻ ഉള്ളിലേക്ക് വചനം കടന്നു വരികയാ. നീ വചനം വായിക്കുമ്പോൾ, നീ വചനം കേൾക്കുമ്പോൾ ഉള്ളിലുള്ള ദൈവം ജ്വലിക്കുകയാ. അഗ്നിയായി, അഭിഷേകമായി, ശക്തിയായി. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേന്ന് വിളിക്കാമോ? വിളിക്കാത്തവരുണ്ട്, വിളിച്ചേ. സ്വരമുയർത്തി വിളിച്ച്. ഇനിയും വിളിക്കാത്തവരുണ്ടെന്ന് ആത്മാവ് കാണിച്ചു തരികയാ. സ്വരമുയർത്തി വിളിച്ച്. ദൈവപിതാവിന്റെ ആത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പുത്രനിൽ ആവസിച്ച ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധ അമ്മയിൽ ആവസിച്ച ആത്മാവാണ് പരിശുദ്ധാത്മാവ്. കരമുയർത്തി വിളിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ വ്യാപരിക്കണേന്ന് ഓരോ മക്കളും പ്രാർത്ഥിച്ച്. ബുദ്ധിയുടെ മേൽ, ഓർമ്മശക്തിയുടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്. അശുദ്ധമായ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്. അഗ്നിയായി കണ്ണുകളിലേക്ക് അശുദ്ധമായത് കേട്ടത് കർത്താവേ കാതിലേക്ക് അഗ്നിയായി കടന്നു വന്ന് എൻ്റെ ശരീരത്തെ മുഴുവനും പാപത്തിന് വിട്ടുകൊടുത്ത ശരീരമാ തമ്പുരാനേ, നീ അഗ്നിയായിട്ട് എൻ്റെ ശരീരത്തിലേക്ക് വ്യാപരിച്ച് സകല പാപബന്ധനങ്ങളെയും അവിടുന്ന് ഇപ്പോൾ അഗ്നിയിലൂടെ ദഹിപ്പിച്ചു കളയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി പരിശുദ്ധാത്മാവേന്ന് വിളിക്കാം. പരിശുദ്ധാത്മാവേന്ന് വിളിക്കാം. അഗ്നിയായിട്ടിറങ്ങുകയാ. ഓരോ മക്കളിലേക്കും വ്യാപരിക്കുകയാ. അശുദ്ധമായതിന് മുഴുവൻ കത്തിച്ചാമ്പലാകുകയാ. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവിടുത്തെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളെയും മുൾച്ചെടികളെയും ദഹിപ്പിച്ചു കളയും. കരമുയർത്തി പരിശുദ്ധാത്മാവേന്ന് വിളിച്ച്. എല്ലാ രോഗങ്ങളും കത്തിച്ചാമ്പലാകട്ടെ, എല്ലാ പാപവും കത്തിച്ചാമ്പലാകട്ടെ, ജീവിതത്തിന്റെ എല്ലാ തിന്മയുടെ അവസ്ഥകളും കത്തിച്ചാമ്പലാകട്ടെ. യേശുവേ നന്ദി. ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാ ജ്വലിപ്പിക്കണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ,
വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ശക്തിയോടെ എല്ലാവരും ചേർന്ന് ആത്മാവിൽ നിറഞ്ഞ ആദിമസഭ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ ദൂതൻ കടന്നു വന്നപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക. യൗസേപിതാവ് സ്വർഗീയ ദർശനം കണ്ടപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ നാം ഓരോരുത്തരും സ്ത്രീത്വത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. അഭിഷേകം വ്യാപരിക്കട്ടെ. ഒരു കുടുംബത്തിന്റെ ശക്തി ഓരോ മക്കളിലേക്കും കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. കരം ഉയർത്തി ഒന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേന്ന് വിളിക്കാമോ? ഒരിക്കൽ കൂടെ വിളിക്കാമോ? ഒരിക്കൽ കൂടെ വിളിക്കാമോ? സ്വരം ഉയർത്തി വിളിക്കാമോ? വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമായിത്തീരട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. പുത്രൻ തമ്പുരാന്റെ സാന്നിധ്യം ഭൂമിയിൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഭൂമിയിൽ വ്യാപരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ അനുഗ്രഹം ഓരോ മക്കളും കുടുംബങ്ങളും അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി ഒന്ന് വിളിക്കാം. പരിശുദ്ധാത്മാവേന്ന് വിളിക്കാം. കരമടിച്ചെല്ലാവരും ചേർന്ന് വലിയ ആനന്ദത്തോടെ പ്രകാശമേ അഗ്നിയ ജ്വലിക്കണമേ, പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ. ഇസ്രായേലിൻ പ്രകാശമേ അഗ്നിയ ജ്വലിക്കണമേ, പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ. എന്നീ കത്തി പടരണമേ, മുള്ളുകളെല്ലാം ദഹിച്ചിടട്ടെ. വൃത്തി വന്നു വസിച്ചിടണേ, വൃത്തി വന്നു വസിച്ചിടണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ആത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ. ഭീകരിൽ നിറഞ്ഞ ആത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ. സ്നാനം ചെയ്യണമേ, പുതു സൃഷ്ടിയായ എന്നെ മാറ്റണമേ. സാക്ഷിയായി ഉയർത്തണമേ, സാക്ഷിയായി ഉയർത്തണമേ. കരമുയർത്തി അടുത്ത് പാടാം. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ, 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 കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ,
വീശണമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി 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 വീശണമേ, ഹല്ലേലൂയ. കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. നന്ദി. കണ്ണുകളൊന്ന് അടച്ച് കരമൊന്ന് കൊപ്പി പിടിച്ച് ഒന്ന് ചിന്തിച്ച് എത്രമാത്രം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. ഒത്തിരി അനുഗ്രഹം എനിക്ക് വേണം. ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി പ്രതിസന്ധികൾ എൻ്റെ മുമ്പിൽ നിൽക്കുക. എൻ്റെ ജീവിതത്തിൽ ചെങ്കടൽ പോലെ പ്രശ്നം നിൽക്കുക. അക്കരെ കടക്കണം. ശത്രു സൈന്യം പിന്നാലെ വരുന്നുണ്ട്. ഒത്തിരി പ്രതിസന്ധിയാണ്. ജീവിതം മുഴുവൻ പ്രാർത്ഥിക്കാനുള്ളതാ. ജീവിക്കുന്നത് മുഴുവൻ പ്രാർത്ഥനയായിട്ട് വേണം ജീവിക്കാൻ. പ്രലോഭനം ഉണ്ടാകും. ശക്തനായവൻ അതിന് ശക്തി തരും. നമ്മളിൽ ഒരുവനെ പോലെ അവൻ ജനിച്ച് അമ്മയുടെ ഉദരത്തിൽ ജനിക്കുക. ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ഈശോ നമ്മളിൽ ഒരുവനെ പോലെ പരീക്ഷിക്കപ്പെടുക. നിരന്തരം പ്രാർത്ഥനയിലാണ് പുത്രൻ തമ്പുരാൻ മുഴുകിയത്. മക്കൾ പ്രാർത്ഥിച്ച് എത്ര പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്? എത്രമാത്രം തീഷ്ണതയുണ്ട്? അവനെ ദേവാലയത്തിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അവനെ കാണുന്നില്ല. യേശുവിനെ തിരിച്ചു പോകുമ്പോൾ അപ്പനും അമ്മയെ രക്ഷിക്കുക, മകനെ കാണുന്നില്ല. ചെറുപ്പം മുതലേ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരുന്നു. എന്നെയും നിങ്ങളെയും ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ, വചനത്തിൽ നാം സദാ ജാഗ്രതയോടെ, വ്യഗ്രതയോടെ പ്രാർത്ഥനയിൽ, വചനത്തിലായിരിക്കണം. ഒന്ന് കണ്ണടച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു ജീവിതം അങ്ങ് ജീവിക്കുക. ആർക്കൊക്കെയോ വേണ്ടിയിട്ട്, എന്തിനൊക്കെയോ വേണ്ടിയിട്ട് നമ്മളങ്ങ് ജീവിക്കുക. ഈശോയെ, നിനക്ക് വേണ്ടി വചനത്തിലൊന്ന് ജീവിക്കുക. മാമോദിസായിലൂടെ കിട്ടിയ നവചൈതന്യം, ആത്മാവിന്റെ അഭിഷേകം, ദൈവത്തിന്റെ പുരോഹിതന്റെ കൈവപ്പിലൂടെ ലഭിച്ച ആത്മീയ അഭിഷേകം നിലനിർത്തി പാപത്തെ പരാജയപ്പെടുത്തി ദൈവത്തിന്റെ വചനത്തിൽ ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? ഒരു നിമിഷം നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. ഒത്തിരി പ്രശ്നം കടം കേറി മൂടിയിരിക്കുക. രോഗം കേറി ജീവനെ അപഹരിച്ചുകൊണ്ട് പോകാൻ നിൽക്കുക. തകർച്ചകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അസമാധാനവും മുമ്പിൽ മതിലുപോലെ, ജെറീക്കോ കോട്ട പോലെ ഇങ്ങനെ നിൽക്കുക. ഇസ്രായേൽ ജനം ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും ദൈവം പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ ജെറീക്കോ കോട്ട തകർന്ന് തരിപ്പണാവുക. മക്കൾ പ്രാർത്ഥിച്ചേ. ദൈവം പറയുന്നത് കേട്ട്, ദൈവം പറയുന്നതനുസരിച്ച് ജീവിക്കുവാനുള്ള വൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ ജനത്തെ ഈജിപ്ത് ദേശത്തിൽ നിന്ന് ദൈവം കൊണ്ടുവന്നത് കാനാൻ ദേശത്തോട്ടാണ്. നന്നായിട്ട് വചനമനുസരിച്ച് സമൃദ്ധിയിൽ ഒന്ന് ജീവിക്കുന്ന, സമാധാനത്തിൽ ഒന്ന് ജീവിക്കുന്നത് കാണുവാൻ ദൈവം ആഗ്രഹിക്കുക. മക്കളെ, ഞാനും നിങ്ങളും സന്തോഷത്തോടെ ദൈവം
ഓരോ ദൈവത്തിലും ജീവിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുക. ഏതൊക്കെയോ പാപത്തിന്റെ മതിലുകൾ ഇതിന് തടസ്സമായിട്ട് നിൽക്കുക, കാണിക്കുകയല്ല, തമ്പുരാനെ കാണിക്കത്തില്ല എന്ന് പറഞ്ഞു. നന്നായിട്ട് ഈ മകനും ഈ മകളും ഞാനും നിങ്ങളുമൊക്കെ നന്നായിട്ട് ജീവിക്കുന്നത് കാണിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് പാപത്തിൻ്റെ ജഡത്തിൻ്റെ പ്രേരണ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. ഒരു പെന്തക്കോസ്ത അനുഭവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കത്തില്ല. ദൈവം ഈ ഭൂമിയിലേക്ക് എന്നെയും നിങ്ങളെയും അയച്ചത് സ്വർഗത്തിലെ പോലെ അതേ അഭിഷേകം ഭൂമിയിൽ അനുഭവിക്കുവാൻ, അതേ സമാധാനം. സ്വർഗത്തിൽ എപ്രകാരമാണോ അപ്രകാരമുള്ള ഒരു ജീവിതം ഭൂമിയിൽ നയിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഈ പ്രലോഭകനെ പരാജയപ്പെടുത്തണം. ഈ പ്രലോഭകനെ പരാജയപ്പെടുത്തണമെങ്കിൽ നമുക്ക് വചനം അറിയാതിരിക്കണം. അറിഞ്ഞ മാത്രം പോരാ, സാത്താൻ വരുമ്പോൾ, പ്രലോഭകം വരുമ്പോൾ ഈ വചനം ഉപയോഗിക്കുവാൻ കൃപ വേണം. അത് തരാനാ പുത്രൻ ഭൂമിയിലേക്ക് കടന്നു വന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നുണ്ട്, കൃപയ്ക്ക് മേൽ കൃപ തരുവാന പ്രലോഭനം ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി വചനം തരുവാൻ വേണ്ടിയാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. തീയിടാനാ, അഗ്നി അഭിഷേകം തരാനായിട്ടാ, ശക്തി തരാനായിട്ടാ ഞാൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്ന. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പാപബന്ധനങ്ങളും പൈശാചികമായ എല്ലാ അവസ്ഥകളും ശരീരത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ, തിരുവചനത്തിൻ്റെ ശക്തിയാൽ, ഓരോ വചനത്തിൻ്റെ ശക്തിയാലും, യേശുവിൻ്റെ അധരങ്ങളിലൂടെ പുറപ്പെട്ട ഓരോ വചനങ്ങളുടെ ശക്തിയാലും, അപ്പസ്തോലന്മാരുടെ നാവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനങ്ങളിലൂടെ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാല്, ദൈവിക ശക്തിയാല് നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് ഈ അശുദ്ധാരവികള്, ഈ പൈശാചശക്തികള്, ഈ അന്ധകാരത്തിന്റെ ശക്തികള് ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി ദൈവത്തിന്റെ മഹത്വം, പരിശുദ്ധ കുർബാനയിലുള്ള ജീവിതം, വിശുദ്ധ പാദ്രോപ്പിയോ ജീവിച്ചതുപോലെ ജീവിക്കുവാനുള്ള വലിയ അഭിഷേകം, ശക്തി ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ച് വചനമാക്കി എന്നെ മാറ്റണമേ എന്ന് സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിച്ച് എല്ലാ ബന്ധനങ്ങളും നീങ്ങട്ടെ, എല്ലാ പൈശാചിക ശക്തികളും നീങ്ങട്ടെ. ഹല്ലേലൂയ. സ്വരമുയർത്തി എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാ പ്രശ്നവും പ്രതിസന്ധിയും വിശ്വാസരാഹിത്യവും എല്ലാം ജീവിതത്തിന് തടസ്സമായിട്ട് നിൽക്കുക, എല്ലാം നീങ്ങിപ്പോട്ടെ. സജീവനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാല്, പരിശുദ്ധ കുർബാനയിലൂടെ ഒഴുകിയിറങ്ങുന്ന ദൈവിക ശക്തിയാല് എല്ലാ ബന്ധനങ്ങളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ എന്റെ ഉള്ളം കൈയില് നിന്റെ നാമം രേഖപ്പെടുത്തിയിരിക്കുന്നു. കരമുയർത്തി ആണിപ്പഴുതുള്ള കരങ്ങളിലൂടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി നീ വന്ന് കാണുവാൻ, വിശുദ്ധ തോമാശ്ലീഹായോട് ഈശോ പറയും, വന്ന് കാണുവാൻ. ആണിപ്പഴുതുള്ള ഈ കരങ്ങളില് നീ ഒന്ന് സ്പർശിക്കുവാൻ തോമായോട് പറഞ്ഞ അതേ തമ്പുരാൻ തന്നെ, അതേ യേശു തന്നെയാ ഇന്ന് പരിശുദ്ധ കുർബാനയിലോ നിങ്ങളുടെ മധ്യത്തിലോ എഴുന്നള്ളി വന്ന് നിങ്ങളെ സുഖപ്പെടുത്തി അപ്പത്തിന്റെ രൂപത്തില് ഓരോ ക്രിസ്ത്യാനിയുടെയും
ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നാഥനും രക്ഷകനുമായ യേശുനാഥൻ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് തോമാസ് ശ്ലീഹ വിളിച്ചെങ്കിലോ അതേ ശക്തിയാണ്, അതേ സാന്നിധ്യമാണ് പ്രിയ ദൈവജനമേ അപ്പത്തോട് ചേർന്ന് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒന്ന് വിളിക്കാമോ? എന്റെ ഉള്ളിലുള്ളവൻ പുറമേയുള്ളവനേക്കാൾ ശക്തനായ ദൈവമാണ്. കരമുയർത്തി പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സഭാപിതാക്കന്മാരുടെ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കർദിനാൾ സംഘത്തിന്റെ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മാർപ്പാപ്പായുടെ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് യേശുനാമത്തിലോ മർക്കോസ് 16:17 വചനത്തിന്റെ ശക്തിയാൽ, ലൂക്കാ 10:19 വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലും തലമുറ തലമുറയായി വ്യാപരിക്കുന്ന മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, ജഡികമായ ആസക്തികളുടെ ദുരാത്മസേനകളെ യേശുനാമത്തിൽ ബന്ധിച്ച് നിത്യനരകാഗ്നിയിലേക്ക് ബഹിഷ്കരിക്കുന്നു. യേശുനാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകുക. കരമുയർത്തി യേശുവേന്ന് വിളിക്കുന്നു. എല്ലാ പ്രേരണകളും ശരീരങ്ങളിൽ നിന്ന് യേശുനാമത്തിൽ കെട്ടഴിഞ്ഞു പോകട്ടെ. അവന്റെ കെട്ടുകൾ അഴിച്ചു മാറ്റുവാൻ പറഞ്ഞവൻ ഇതാ നമ്മോട് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും യേശുനാമത്തിൽ അഴിയപ്പെടട്ടെ. കുടുംബത്തിന്റെ മേൽ തലമുറ തലമുറയായി കെട്ടപ്പെട്ടിരിക്കുന്ന പൈശാചിക കെട്ടുകള് യേശുവിന്റെ നാമത്തില് അഴിച്ചുവിടുന്നു. സ്വരമുയർത്തി യേശുവേന്ന് വിളിക്കുന്നു, യേശുവേന്ന് വിളിക്കുന്നു, യേശുവേന്ന് വിളിക്കുന്നു. അത്ഭുതകരമായ ദൈവിക വിടുതലിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരമടിച്ച് ഗാനം ആലപിച്ച് ദൈവത്തെ മഹത്വം എല്ലാവരും ചേർന്ന് എല്ലാവരും ശക്തിയോടെ ആനന്ദത്തോടെ കർത്താവിന്റെ വലിയ ശക്തി വ്യാപരിക്കുക. യേശുവിന്റെ വചനത്തിന്റെ ശക്തി, പരിശുദ്ധ കുർബാനയുടെ ശക്തി ഈ ആലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഓരോ വ്യക്തികളെ സുഖപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ വചനം ഈ ആലയത്തില് വ്യാപരിക്കുകയാണ്. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. പുറകെ നിൽക്കുന്നവരോ അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവേ, യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവേ, യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ആമേൻ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, പൈശാചിക ബന്ധനം ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ആത്മീയമായ എല്ലാ തടസ്സങ്ങളും അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബിസിനസ് മേലുള്ള തടസ്സങ്ങള് അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. എല്ലാവരും ചേർന്ന് യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. ഞങ്ങളിൽ നിറയട്ടെ. ഓരോ കുടുംബങ്ങളിലും യേശുവിന്റെ രക്തം നിറയുക. ഓരോ വ്യക്തി ജീവിതങ്ങളിലും യേശു ക്രിസ്തുവിന്റെ അമൂല്യമായ അഭിഷേക രക്തം, വചനം ഓരോ വ്യക്തികളിലേക്കും നിറയപ്പെടുകയെ. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? വചനം നിറയട്ടെ, വചനം നിറയട്ടെ. യേശു ക്രിസ്തുവിലൂടെ ഒഴുകിയിറങ്ങിയ ദൈവത്തിന്റെ വചനം ഓരോ മക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തില് നീങ്ങിപ്പോട്ടെ. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു,
നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. കരമുയർത്തി യേശുവേ എന്ന് വിളിക്കുന്നു. അഭിഷേകം വ്യാപരിക്കട്ടെ. രോഗികൾ യേശു നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങലഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങലഴിയട്ടെ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. ഞാനും എന്റെ കുടുംബവുമെല്ലാം യേശുവിന്റേതു മാത്രം. ഞാനും എന്റെ കുടുംബവുമെല്ലാം യേശുവിന്റേതു മാത്രം. ബന്ധനമഴിയട്ടെ, തെറ്റുകൾ പൊട്ടട്ടെ. യേശുനാമത്തില് ബന്ധനമഴിയട്ടെ, തെറ്റുകൾ പൊട്ടട്ടെ. യേശുവിൻ രക്തത്തിന്റെ ശക്തിയാണ്. ബന്ധനമഴിയട്ടെ, തെറ്റുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, തെറ്റുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, തെറ്റുകൾ പൊട്ടട്ടെ. യേശുവേ, എല്ലാവരും കരമുയർത്തി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എല്ലാവരും വിളിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവിനെ വിളിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കുന്നവരെ, മിശിഹാ സ്നേഹിക്കുന്നവരെ, യേശു നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ ആലയത്തിലെ വചനത്തിൻ്റെ മുമ്പിൽ വചനം കേൾക്കുവാനായിട്ട് നമുക്ക് ഈ ആലയത്തിൽ വരാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈശോ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഈശോ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റുമോ? ഈശോനെ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ടാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നത്. പാപിയും അയോഗ്യനുമായിരുന്നിട്ടും, അതാ ഈശോ പറയുന്നത്. സിസ്റ്റർ ഫൗസ്റ്റീനോട് പറഞ്ഞതാ, ഈ കാരുണ്യത്തിൽ പങ്കുചേരാൻ ഈശോ അവകാശം കൊടുക്കുക, അവസരം കൊടുക്കുക. എല്ലാവരും അഭിഷേകമായി തീരാൻ, എല്ലാവരും ദൈവത്തിൻ്റെ അനുഗ്രഹമായി തീരാൻ ദൈവം ആഗ്രഹിക്കുക. അപ്പോസ്തലന്മാരിലൂടെ ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുക, വചനം പ്രവർത്തിക്കുക. ജീവനുള്ള വചനം, ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഇവരിങ്ങനെ പ്രഘോഷിക്കുമ്പോൾ അവിടെ എല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുക. അപ്പമെടുത്ത് ആശീർവദിച്ച് അവരുടെ നാവിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവിടെ സൗഖ്യം ഉണ്ടാവുകയാണ്. അപ്പോസ്തലന്മാര് പത്രോസും യാക്കോബും യോഹന്നാനും ഫിലിപ്പോസും ഒക്കെ കരമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ അഭിഷേകം നിറയുകയാണ്. എവിടുന്ന് വന്ന ഈശോ പത്രോസിന്റെ ഒക്കെ തലയെ കഴിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ അഭിഷേകം ഇങ്ങനെ ഒഴുകി അതിലൂടെ സഭയിലൂടെ ഇങ്ങനെ കടന്നു വരിക. ഞാനിവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നേ? സഭാപിതാക്കന്മാരുടെ കൈവപ്പ്, വൈദികരുടെ കൈവപ്പ്. ഈ കൈവപ്പിലൂടെ സഭയിലെ അഭിഷേകം, യേശുവിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ കടന്നു വരും. സഭ വിട്ടുപോകുമ്പോൾ എന്നാ സംഭവിക്കുന്നേ? ഈ ശക്തി നമുക്കില്ല. വചനം പറയുമ്പോൾ സൗഖ്യം ഉണ്ടാവും, ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. സഭ വിട്ടുപോകുമ്പോൾ ഇതാ സംഭവിക്കുന്നത്. സഭയോട് ചേർന്ന് നിൽക്കുമ്പം പരിപൂർണമായിട്ട് അനുസരിക്കണം, സഭാപിതാക്കന്മാരെ അനുസരിക്കണം, വൈദികരെ അനുസരിച്ച് പറ്റത്തുള്ളൂ. സഭ വിട്ടുപോകുന്ന എന്തുകൊണ്ടാണ്? അനുസരിക്കാൻ ഇഷ്ടമില്ല. അനുസരണക്കേട് വന്നപ്പോഴാ സഭ വിട്ടുപോകുന്നത്. അനുസരണക്കേട് വരുമ്പോൾ പറുദീസ അനുഭവം നഷ്ടപ്പെടുക. ചിലപ്പോൾ സമൃദ്ധി ഉണ്ടാകും, അപ്പോൾ അപ്പുറത്ത് സമാധാനം പോവും. എല്ലാം ഉണ്ടാകുമ്പോൾ ജീവൻ നഷ്ടപ്പെടും, പൂർണ്ണതയില്ല. കാരണം ജീവൻ വരുന്ന ഇവിടുന്ന് സഭയിലൂടെയാണ് ജീവൻ ഒഴുകിയിറങ്ങുന്നത്.
പരിശുദ്ധ കുർബാനയിലൂടെയാ ജീവൻ ഒഴുകിയിറങ്ങുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെയാണ് ഈ സത്യത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 26 മുതലുള്ള തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവിന്റെ ഒരു ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗാസയിലേക്കുള്ള പാതയിൽ എത്തുക. ആത്മാവിങ്ങനെ പറയും, എഴുന്നേറ്റ് പോകാൻ പറയുക. ആരേലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്വരമൊന്ന് കേൾക്കാൻ അമ്മ പഠിപ്പിച്ചത് ഇതാ. നമുക്ക് ആത്മാവിനെ തരാന്ന് പുത്രൻ പറഞ്ഞിട്ട് അവൻ പറഞ്ഞിട്ട് മുകളിലോട്ട് പോയെ. ദൂതൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അവൻ പോയതുപോലെ തന്നെ തിരിച്ചു വരും. അവൻ വരുന്ന എപ്പോഴാ? പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമാണ്. ആ സ്വർഗീയ അഭിഷേകം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരും. അമ്മ ഇരുത്തി പഠിപ്പിച്ചു. പെന്തക്കോസ്ത് ദിനം ആഗതമാകുന്നത് വരെ അമ്മ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പഠിപ്പിക്കുന്നത് ശ്രദ്ധാപൂർവം കേട്ട് ഇതനുസരിച്ചപ്പോഴാ പെന്തക്കോസ്ത് ദിനം ആഗതമായ. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ പൂർണ്ണത ലഭിക്കപ്പെടണമെങ്കിൽ അമ്മയോട് ചേർന്ന് ഈ പെന്തക്കോസ്ത് അനുഭവത്തിന് വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഈ പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാവുമ്പോൾ എന്നെ സംബന്ധിക്കുന്ന ജീവിതത്തിലുള്ള സകല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ മാറിപ്പോവാ. അപ്പോസ്തലന്മാർ ശരിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുക. ജയിലിൽ പിടിച്ചിട്ട് അവിടെ കിടക്കാൻ പറ്റുമോ? കിടക്കുവോ? ദൈവത്തിന്റെ വചനത്തിന് അവിടെ കിടക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വചനം എടുക്കും. ആ സ്ഥലത്തെ, ആ വാതിലുകളെ, അതിന്റെ ജയിലറെ, ആ ചങ്ങലുകളെ എല്ലാം തകർത്ത് പുറത്തു വരുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം. ഈ വചനമാണ് നമുക്കിന്ന് അറിയത്തില്ല. അത് കേൾക്കാൻ പോലും നമുക്ക് സന്നദ്ധയില്ല, മനോഭാവമില്ല. വചനം ഒന്ന് കേൾക്കാം, എല്ലാം കഴിയുമ്പോൾ വന്നിട്ട് ഒന്ന് ആരാധിച്ചിട്ട് അങ്ങ് പോയി. പറയുന്ന വചനവും അഭിഷേകം ചെയ്യപ്പെടുന്നു. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മളൊരു സാക്ഷ്യം കേട്ടു. വചനം കേട്ട് ഇത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി നേരത്തെ ആ ചേച്ചി വന്ന് ബ്ലഡ് ക്യാൻസറാ. അന്ധകാരം ശരീരത്തിലെ ബ്ലഡിലേക്ക് കടന്നു വരിക. ബ്ലഡിലുള്ള നല്ല കോശങ്ങളെ, അണുക്കളെ മുഴുവനും ഇത് നശിപ്പിച്ചു കളയുകയാണ്. നന്മയെ തിന്മ ഇല്ലാതാക്കുകയത്. ഈ തിന്മയെ പരാജയപ്പെടുത്തുവാനാ യേശു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിനു വേണ്ടിയിട്ടാ ഈ തിന്മയെ, ഈ രോഗാരൂപി, ഇവളുടെ ജീവനെ അപഹരിക്കുന്ന ഈ രോഗത്തിന്റെ അരൂപിയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയ ദൈവം സ്വർഗം വിട്ട് വചനമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, പ്രകാശമായിട്ട്. അപ്പൊ ഈ ശരീരത്തിലുള്ള ബ്ലഡിലുള്ള ഈ ചുമന്ന രക്ത അണുക്കളെ എന്ത് സംഭവിക്കുക? കറുത്ത സാധനം വന്ന് ഇതിനെ ഇങ്ങനെ കൊന്നുകളയുക. ഈ മകള് കർത്താവേ, നിന്റെ സന്നദ്ധിയിൽ ഞാൻ നേർച്ച നേരുക. അൾത്താരം മുഴുവൻ ദൈവത്തിന് സ്വർഗത്തിലെ വെക്കുന്ന, ഭൂമിയിലല്ല വെക്കുന്നേ. വിശ്വാസം സ്വർഗത്തോളം ഉയർത്തപ്പെടുകയാ, ഭൂമിയിലല്ല മക്കളെ വെക്കുന്നേ. സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വരുന്ന സമയമാ പരിശുദ്ധ കുർബാനയുടെ നിമിഷം. സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വന്നു നിൽക്കുന്ന സമയമാ. അപ്പൊ ഇവള് ഈ അൾത്താരയില് പൂവെക്കാന്ന് നിയോഗം വെക്കുമ്പോ ഇവൾ എവിടെയാ പൂവെച്ച? സ്വർഗത്തിലാ. സ്വർഗത്തിലാ ദൈവത്തിന്റെ വചനം ഇവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാ, ജീവനുള്ള വചനം. രോഗശാന്തി സംഭവിക്കുക. ബ്ലഡ് ക്യാൻസർ അപ്രത്യക്ഷോ, ശരീരത്തിൽ നിന്ന് ഇത് അപ്രത്യക്ഷോ. ഇത് പറഞ്ഞ് നമ്മളൊന്ന് നന്ദി പറഞ്ഞൊന്ന് സ്തുതിച്ചില്ലേ? ഈ സ്തുതിച്ചപ്പോൾ കഷത്തില് ഒരു നാരങ്ങായുടെ വലിപ്പത്തിലുള്ള മുഴ. ശുശ്രൂഷയുള്ള ഒരു ചേച്ചിയും എൻ്റെ ജീവിത പങ്കാളി ഈ മുഴ കണ്ടത്, ഇതൊന്ന് തൊട്ട് നോക്കിയ ക്യാൻസർ ആണോന്ന് ഞങ്ങൾക്ക് സംശയം തോന്നി. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നിയ ക്യാൻസർ ആണ്, സാധ്യതയുണ്ട്. ചോദിച്ചപ്പോൾ തലമുറയിലുണ്ടോന്ന് ചോദിച്ചപ്പോൾ പാരമ്പര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടുകൊണ്ട് ഇരിക്കുന്ന ഈ സമയത്തില് ആ വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ വചനം അവളുടെ ശരീരത്തേക്ക് അടഞ്ഞപ്പോൾ ഈ കഷത്തിലെ മുഴ ഇവിടെ വെച്ച് ദൈവമായ കർത്താവ് സുഖപ്പെടുത്തി. കരമുയർത്തി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? ഒരിക്കൽ കൂടി ഒന്ന് വിളിക്കാമോ?
അതൊരു വിജന ബാധയായിരുന്നു. അപ്പോൾ എങ്ങോട്ടാ ഫിലിപ്പോസിനെ വിടുന്ന? എങ്ങോട്ടാ? ഫിലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗാസയിലേക്കുള്ള പാതയിലെത്തുക. അതൊരു വിജനമായ പാതയായിരുന്നു. ഒരനുഭവമില്ല, ചുമ്മാ ഇങ്ങനെ നടന്നു പോവോ. തമ്പുരാൻ എങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോകാൻ പറയാം. ആത്മാവ് പറയാം, നീ അങ്ങോട്ട് പോ. അവിടെ ചെല്ലുമ്പോൾ ആളൊന്നും കാണത്തില്ല. എന്തിനു വേണ്ടിയാ നിയോഗിച്ചതെന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ല, പിന്നെ ഒന്നും പറയുന്നില്ല. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ സംഭവിക്കും, അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. അപ്പോൾ എത്യോപ്യക്കാരൻ ഒരു ഷണ്ടൻ, എത്യോപ്യ രാജ്ഞിയായ കാൽദേക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ ജെറുസലേമിൽ ആരാധിക്കുവാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. രഥത്തിലിരുന്ന് അവൻ ഏശയ്യായുടെ പ്രവചനം വായിച്ചുകൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഷണ്ടനായ മനുഷ്യൻ ദൈവത്തിന്റെ വചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. എല്ലാം മനസ്സിലാവുമോ? ഞാനൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ല, പക്ഷെ വായിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോഴും വായിക്കുമ്പോൾ ചില ഭാഗമൊന്നും ഒന്നും പിടികിട്ടത്തില്ല, പക്ഷെ വീണ്ടും വീണ്ടും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. ഇദ്ദേഹം ചെയ്തെന്താ? ഈ ഷണ്ടനായ മനുഷ്യൻ യേശയ്യാ ദീർഘദർശിയിലൂടെ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനത്തെ ഇങ്ങനെ വായിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. ഫിലിപ്പോസ് ഈ രഥത്തിനോട് ചേർന്ന് ഇങ്ങനെ നടക്കുക. എന്തിനാ? വചന അഭിഷേകം ഈ രഥത്തിലേക്ക് വ്യാപരിക്കപ്പെടണം. അനുവാദം കൂടാതെ രഥത്തിൽ കയറാൻ പറ്റുമോ? കൗൺസിലിംഗ് എടുക്കണമെങ്കിൽ അപ്പനൊരു മകളെ പിടിച്ചുകൊണ്ട് വരുക, ഇവിടെ ഒന്ന് കൗൺസിലിംഗ് ചെയ്യണം ബ്രദർ, നടക്കുകയില്ല. കാരണം എന്താ? ഇവിടെ കൂടാതെ ഇവിടെ ദൈവത്തിന് ഇവിടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കത്തില്ല. പിടിച്ചോണ്ട് വരും ചില കേസുകൾ. അപ്പൊ എന്നെ യേശു പറയുന്നത് എന്താ? ഈ ഷണ്ടനായ മനുഷ്യൻ സഞ്ചരിക്കുന്ന ഈ രഥത്തിന്റെ അരികിലൂടെ ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യാൻ പറയാ. അഭിഷേകം ഫിലിപ്പോസിൽ നിന്ന് ഈ രഥത്തിലേക്ക് വ്യാപരിക്കപ്പെടണം. ഈ രഥത്തിലിരിക്കുന്ന ഈ ഷണ്ടനായ മനുഷ്യന് എന്ത് ചെയ്യണം? ഫിലിപ്പോസിന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവ് അങ്ങോട്ട് വ്യാപരിച്ച് പ്രേരണ കൊടുക്കണം, തന്റെ രഥത്തിലേക്ക് ആകർഷിക്കുവാൻ, അല്ലെങ്കിൽ വിളിച്ചു കയറ്റിയിരുത്തുവാനായിട്ട്. മനസ്സിലായല്ലേ? വിളിച്ചു കയറ്റിയിരുത്തത്തുള്ളൂ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുകയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പോരാന്നേ, സ്വരമുയർത്തി സ്തുതിച്ചേ. യേശുവേ നന്ദി. ഫിലിപ്പോസ് അവന്റെ അടുക്കലേക്ക് ഓടിച്ചത്, ആത്മാവ് പ്രേരണ കൊടുക്കുമ്പോൾ പതിയനെ അല്ല പോകുന്നേ, സ്പീഡിൽ തന്നെ ഓടി ഈ രഥത്തിന്റെ അടുത്ത് ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ആലയത്തിലേക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം ക്യാൻസർ സുഖപ്പെട്ട ആ ചേച്ചിയോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു ചേച്ചിയുടെ പ്രവചിക്ക് അടുത്ത് പോയി നിന്നു അതൊക്കെ പറഞ്ഞു, മോളെ നീ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ നീ സുഖം പ്രാപിക്കും. ഈ ചേച്ചി കിട്ടിയിരിക്കുന്ന ഉള്ളിലേക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഈ സഹോദരിക്ക് അല്ലെ സഹോദരന് കിട്ടിയിരിക്കുന്ന ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് പതുക്കെ ആ സഹോദരിലേക്ക് വ്യാപരിച്ചപ്പോൾ ആ സഹോദരി തിടുക്കത്തിൽ എങ്ങോട്ട് വന്ന് ഈ ആലയത്തിൽ വന്ന് ഈ ശുശ്രൂഷയോട് ചേർന്ന് നിന്നപ്പോൾ ഈ ശുശ്രൂഷയിൽ ഈ ബലിപീഠത്തിൽ നിന്ന് ഇവിടെ ഒഴുകപ്പെടുന്ന തിരുവചനങ്ങളിലൂടെ എന്ത് സംഭവിക്കും? സൗഖ്യാഭിഷേകമാണ്. സുഖം പ്രാപിക്കുക. 53 ക്യാൻസർ രോഗികളെ സാക്ഷ്യപ്പെടുത്തിയ ഒരു 53, സാക്ഷ്യപ്പെടുത്താത്തവർ എത്ര പേരുണ്ടെന്ന് അറിയില്ല, 53 പേരെ കർത്താവിന്റെ ആത്മാവ് ഈ സ്ഥലത്ത് വെച്ച് സുഖപ്പെടുത്തി. കരമുയർത്തി ഒന്ന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ ഏശയ്യായുടെ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു, വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നീ വായിക്കുന്നുണ്ട്, പക്ഷെ നിനക്ക് വല്ലതും പിടികിട്ടുന്നുണ്ട്. പിടികിട്ടണമെങ്കിൽ ആര് വരണം? പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കാതെ ഈ വായിക്കുന്നതൊന്നും പിടികിട്ടത്തില്ല. എനിക്കും നിങ്ങൾക്കും ഈ വചനങ്ങൾ വായിച്ചു വരുമ്പോൾ ചില ഭാഗങ്ങളിൽ ആത്മാവിന്റെ ശക്തമായ ഇടപെടലുണ്ടെങ്കിൽ ഇതിനുള്ളിലുള്ള വ്യാഖ്യാനത്തെ കർത്താവ് വെളിപ്പെടുത്തി തരത്തുള്ളൂ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ഈ ആത്മീയ അഭിഷേകം ഈ ആലയത്തിൽ നിൽക്കുന്ന മുഴുവൻ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരം ഉയർത്തി ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പ്രതിഭജിച്ചു. ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണിത് ഞാൻ മനസ്സിലാക്കുക? പ്രിയപ്പെട്ടവർ, ഇന്നേ വരെ ആരും ഇവന് ഈ വചനം മനസ്സിലാക്കി കൊടുത്ത ഈ ഷണ്ടനായ ഈ മനുഷ്യൻ ഇത് വായിക്കും, ഇങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് വായിക്കുക. ദൈവം ഇത് കാണുമോ? സ്വർഗം കാണുകയാ. ഇതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാം. പീലിപ്പോസിനെ ആത്മാവ് അങ്ങോട്ട് നയിക്കുക. അത് പതുക്കെയല്ല പോകുന്ന, പീലിപ്പോസ് ഓടിച്ചെല്ലുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തെ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തെ, അതിന്റെ വ്യാഖ്യാനത്തെ, ദൈവത്തിന്റെ രാജ്യത്തെ ആഗ്രഹിക്കുമ്പോൾ അത് പതിയനല്ല വരുന്നത്. അത് നീ എന്തുമാത്രം തീക്ഷ്ണതയിൽ ആഗ്രഹിക്കുന്നുണ്ടോ അത്രമാത്രം ശക്തിയിലോ ദൈവത്തിന്റെ വചനം കടന്നു വരും. ഒന്ന് കരമുയർത്തി ഒന്ന് പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? രഥത്തിൽ കയറി തന്നോടുകൂടെ ഇരിക്കുവാൻ പീലിപ്പോസിനോട് അവൻ അപേക്ഷിച്ചു. അപ്പൊ ചേർന്നിരിക്കാതെ വ്യാഖ്യാനം കിട്ടത്തില്ല. ഈ ദേവാലയമാകുന്ന ഈ രഥത്തില്, അല്ല ഞാനാകുന്ന ഈ രഥത്തില്, നിങ്ങൾ ഓരോരുത്തരുമാകുന്ന രഥത്തില് ദൈവത്തിന്റെ സാന്നിധ്യം കീറിക്കൂടാതെ നിങ്ങൾക്ക് വചനത്തിന്റെ വ്യാഖ്യാനം തിരിച്ചറിയാൻ സാധിക്കത്തില്ല. അപ്പൊ ദൈവത്തിന്റെ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ വചനം, അപ്പസ്തോലനിലൂടെ ദൈവത്തിന്റെ വചനം അവിടെ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. എന്നെ ആരെക്കുറിച്ച് പറയുന്നറിയത്തില്ല, ഇങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് വായിക്കുക. അവൻ വായിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം ഇതാണ്: കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ആടിനെ പോലെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന മൂകനായി നിൽക്കുന്ന ആട്ടിൻകുട്ടിയെ പോലെ അവൻ തന്റെ വായ് തുറന്നില്ല. അപമാനിതനായ അവന് നീതി നിഷേധിക്കപ്പെട്ടു. അവന്റെ പിൻതലമുറയെപ്പറ്റി ആര് വിവരിക്കും? എന്നാൽ ഭൂമിയിൽ നിന്ന് അവന്റെ ജീവൻ അപഹരിക്കപ്പെട്ടു. ഷണ്ടൻ പീലിപ്പോസിനോട് ചോദിച്ചു, ആരെക്കുറിച്ചാണ് പ്രവാചകൻ ഇത് പറഞ്ഞത്? അപ്പോൾ പീലിപ്പോസ് സംസാരിച്ചു തുടങ്ങി. ഷണ്ടൻ വായിച്ച വിശുദ്ധ ഗ്രന്ഥഭാഗത്തു നിന്ന് ആരംഭിച്ച് അവനോട് യേശുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ഏശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്ത ദൈവത്തിന്റെ വചനഭാഗത്ത് നിന്ന് ആരംഭിച്ച് അത് ചെന്ന് അവസാനിച്ചത് യേശുവില. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? വചനം ഇവിടെ പ്രകാരം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5 മുതൽ നമ്മൾ ആദ്യം കേട്ട വചനം, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി കർത്താവ് അവന്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കേട്ടു വചനം. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. യേശുവിനെ കുറിച്ച് യേശയ്യാ ദീർഘദർശിയിലൂടെ അരുളി ചെയ്ത കർത്താവിന്റെ വചനമാണ് അവിടെ പ്രഘോഷിക്കപ്പെട്ടത്. അത് എന്തായി മാറി? ആത്മാവിന്റെ ശക്തിയായി അവിടെ രൂപാന്തരപ്പെടി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തിയൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാന്ന് സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ. അഭിഷേകം വ്യാപരികയുടെ സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ. സ്വരമുയർത്തി സ്തുതിച്ചേ. അഭിഷേകം വ്യാപരിക്കട്ടെ. സുവിശേഷം അവിടെ പ്രസംഗിച്ചു. അവിടെ സദ്വാർത്ത ഉണ്ടാവുകയാണ്. സുവിശേഷം വചനത്തിന്റെ മാധുര്യം ഷണ്ടനായ ഈ മനുഷ്യന് തിരിച്ചറിയണം. വചനം തിരിച്ചറിഞ്ഞ എന്ത് സംഭവിക്കും? അവിടെ സൗഖ്യം. അത് വിജാതീയനാണെങ്കിൽ, ഏത് വംശത്തിലും ഏത് ഗണത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ട മനുഷ്യനാണെങ്കിലും ദൈവത്തിന്റെ വചനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. ക്രിസ്ത്യാനിയാണെങ്കിലും രക്ഷപ്പെടണം. എന്ത് വേണം? ദൈവത്തിന്റെ വചനം നമുക്ക് തിരിച്ചറിയാം. യേശയ്യായുടെ പുസ്തകം വായിച്ചപ്പോൾ ഇത് ആരാണെന്ന് ഒരു പിടിയും കിട്ടിയില്ല. അവിടെ വ്യാഖ്യാനം കൊടുത്തപ്പോഴോ ഫിലിപ്പോസ് അവിടെ വ്യാഖ്യാനിക്കുക. അവിടെ നിന്ന് ആരംഭിച്ച് അത് ചെന്ന് അവസാനിക്കുന്ന യേശുവില കാൽവരി മലയുടെ നെറുകയിലോ
കുരിശുമരത്തിൽ തടിക്കഷ്ണത്തോട് ചേർന്ന് കിടന്നുകൊണ്ട് മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി തീർന്ന യേശുവിനെ കുറിച്ചാണ് ഫിലിപ്പോസ് പ്രഘോഷിച്ചത്. സത്യദൈവത്തെ ഷണ്ഡൻ തിരിച്ചറിഞ്ഞു. കരങ്ങൾ ഉയർത്തി ഞാനും നിങ്ങളും സത്യാത്മാവിലൂടെ സത്യദൈവത്തെ തിരിച്ചറിയുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ പോകുമ്പോൾ ഒരു ജലാശയത്തെങ്കിലെത്തി. അപ്പോൾ ഷണ്ഡൻ പറഞ്ഞു, ഇതാ വെള്ളം, എന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? നിന്നിലുള്ള പരിശുദ്ധാത്മാവ് എന്നിലേക്ക് പകരപ്പെടണമെങ്കിൽ ജ്ഞാനസ്നാനം ആവശ്യമാണെന്ന് ഇവിടെ തിരിച്ചറിവുണ്ടാവുകയാണ്. ജ്ഞാനസ്നാനത്തിലൂടെയുള്ള ഒരു വിജാതീയ സഹോദരന് ദൈവത്തിന്റെ വചനത്തിന്റെ പൊരുള് സത്യവും വ്യക്തവുമായിട്ട് തിരിച്ചറിഞ്ഞ് ഇത് അനുഭവിക്കണമെങ്കിൽ ജ്ഞാനസ്നാനത്തിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പം ജ്ഞാനസ്നാനം കിട്ടണം. അപ്പം നമ്മളിങ്ങനെ വെള്ളത്തിനരികിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോവല്ലേ, ഈ ജലത്താൽ ഞാൻ എന്നെ ഒന്ന് സ്നാനപ്പെടുത്തിയാൽ അതിനെന്തെങ്കിലും തടസ്സമുണ്ട്, എനിക്കിതിനെ കിട്ടണം ദാഹമായി ഷണ്ഡനായ മനുഷ്യന് ഫിലിപ്പോസിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ, രക്ഷയുടെ പൂർണ്ണതയെ സ്വന്തമാക്കുവാൻ ഈ മനുഷ്യന് ആഗ്രഹം വരുക, അതിനെന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടോ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവർ ഇരുവരും വെള്ളത്തിലിറങ്ങി. ഫിലിപ്പോസ് ഷണ്ഡന് ജ്ഞാനസ്നാനം നൽകി. അവൻ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ സംവഹിച്ചു കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരോട് വലിയ അത്ഭുതം സംഭവിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ സംവഹിച്ചുകൊണ്ട് പോയി. പിന്നെ ഷണ്ഡന് ഈ ഫിലിപ്പോസിനെ കാണാൻ പറ്റിയില്ല. ഈ ഫിലിപ്പോസിലുണ്ടായിരുന്ന കൃപ മുഴുവനും ഈ ഷണ്ഡനായ ഈ മനുഷ്യനിൽ വന്നു നിറഞ്ഞു. അവിടെ അഭിഷേകം കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയെ എടുത്തുകൊണ്ട് ആത്മാവ് പോവുക. ഈ ദേശത്ത് കർത്താവിന്റെ അഭിഷേകം ഏതെല്ലാം വ്യക്തികളിൽ വ്യാപരിക്കപ്പെടണമോ ആ വ്യാപരിച്ചു കഴിയുമ്പോൾ ഈ ശുശ്രൂഷ ഇന്ന് എന്നെ ദൈവം ഇവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോകും? വേറെ ദേശത്തേക്ക് കൊണ്ടുപോകും. കർത്താവ് മുന്നറിയിപ്പ് തരുക. ഈ കാരുണ്യത്തിൽ പങ്കുചേരുവാൻ ഈശോയെ ഞങ്ങളോട് കരുണ കാണിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എത്ര ആഗ്രഹിച്ചാലും ഫിലിപ്പോസിന് പിന്നെ അവിടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിന്റെ അവിടുത്തെ പ്രവൃത്തിയുടെ പൂർണ്ണത അവിടെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസിനെ സംവഹിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. ഒരു കാലഘട്ടത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളിലേക്കെല്ലാം കിട്ടിക്കഴിയണം. ഇതിനോട് അവഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ആത്മാവിൻ്റെ അഭിഷേകം അവഗണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രക്ഷ നഷ്ടപ്പെടുക. അപ്പം ഞാനും നിങ്ങളും എന്നെ പ്രാർത്ഥിക്കണ്ടേ? ഇതിങ്ങനെ എന്നും ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പം എപ്പോഴേലുമൊക്കെ പോയാൽ മതി, എപ്പോഴേലുമൊക്കെ കണ്ടാൽ മതി, എപ്പോഴേലും കൂടിയാൽ മതി, സമയം ഉണ്ടെങ്കിൽ പോകാം. അങ്ങനെയല്ല. തീഷ്ണതയോട് ഞാൻ എത്ര മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു ശുശ്രൂഷ തരുന്നേ? വെറും പരിശുദ്ധ കുർബാനയിൽ നിന്ന് മാത്രമേ ശുശ്രൂഷ നടത്തുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട്. രാവിലെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഇന്നുവരെ ഈ ശുശ്രൂഷ ഞാൻ ഇവിടെ നടത്തിയിരിക്കുന്ന. കരങ്ങളുയർത്തി തമ്പുരാന്റെ ഈ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര പേർക്ക് പറ്റുന്നുണ്ട്? ചിന്തിച്ചേ. എനിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം കുറെ ഭക്ഷണമെല്ലാം കഴിച്ച് വചനത്തെ നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ സൗഖ്യാഭിഷേകം ഒഴുകും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും വചനത്തിൽ നിന്നുകൊണ്ട് വചനം കേൾക്കുമ്പോൾ സൗഖ്യം ഉറപ്പ്, ആത്മാവിന്റെ ശക്തി ഉറപ്പ. ഇത്രയും സൗഖ്യം സംഭവിക്കുക. ഒരു ദിവസം ഇത്രയും സൗഖ്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ
ഒരു ചേട്ടൻ പറഞ്ഞു, നടുവിനെല്ലാം പ്രശ്നമായിരുന്നു ബ്രദറെ, അനങ്ങാൻ പറ്റത്തില്ല, പള്ളിയിൽ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ കാര്യം. ഞാൻ പറഞ്ഞു ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ. ചേട്ടനിടയ്ക്ക് ബിസിനസ്സൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം പറഞ്ഞു. ഞാൻ ആ മനോഭാവത്തിൽ, ചേട്ടൻ്റെ മനോഭാവത്തെ ദൈവത്തിൻ്റെ മനോഭാവത്തിൽ കൊണ്ടുവരുമ്പോൾ ഈ സമ്പത്ത് അനുഭവിക്കാൻ ചേട്ടന് ദൈവം കൃപ കൊടുക്കുക. ആത്മാവ് ചേട്ടനിലേക്ക് വ്യാപരിക്കുമ്പോൾ ഈ ആത്മാവ് നന്മയുടെ വഴിയിലൂടെ കൊണ്ടുപോയി ചേട്ടനെ. ഇപ്പൊ ചേട്ടന് എന്നെ ആഗ്രഹം എന്നാ, പെട്ടെന്ന് ബിസിനസ്സാണ്, വീട്ടിൽ പട്ടിണിയാണ്. ഈ പട്ടിണി തമ്പുരാൻ അനുവദിക്കാതെ പട്ടിണി വരത്തില്ല. ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാനും പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്. ദൈവം അനുവദിക്കുന്ന പട്ടിണി അനുഭവിക്കണം. എന്തിനാ? ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുവാൻ. ഇല്ലാഞ്ഞിട്ടല്ല, കർത്താവ് എല്ലാ വഴി ഇങ്ങനെ അങ്ങ് അടയ്ക്കും. എല്ലാവരുടെയും ചുറ്റുപാടിലുള്ള എല്ലാ ബന്ധത്തിലുള്ളവരെയും സ്വന്തത്തിലുള്ളവരുടെയും മാതാപിതാക്കളുടെയൊക്കെ ചെവിയും കണ്ണും കാതും എല്ലാം തമ്പുരാൻ ഇങ്ങനെ അങ്ങ് അടയ്ക്കും. അടച്ചിട്ട് എന്താ പറയുക, പട്ടിണി എന്നാന്ന് നീ അറിയണം. ഒരുത്തനും വന്നിട്ട് നമ്മോട് പറയാം പട്ടിണിയാന്ന് പറയുമ്പോൾ ഈ പട്ടിണി എന്നാന്ന് ഈ വചനം പറയുന്നത് മനസ്സിലാക്കണം. കുഞ്ഞുങ്ങളില്ലാന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം കുഞ്ഞില്ലാത്തതിൻ്റെ വിഷമം. ജീവൻ നഷ്ടപ്പെട്ടു പോവാന്ന് പറയുമ്പോൾ നീ മനസ്സിലാക്കണം, എന്നിട്ട് വേണം നീ പ്രാർത്ഥിക്കാൻ. സമ്പത്ത് നഷ്ടപ്പെട്ടു പോയെന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴമെന്തെന്ന് നീ മനസ്സിലാക്കണം. എല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് തമ്പുരാൻ ഈ ബലിപീഠത്തിനരികിൽ ശുശ്രൂഷ ചെയ്യുവാൻ ബ്രദറിനെ അനുവദിച്ചേ. സഹനത്തിന്റെ ചീച്ചൂളയിലൂടെ അപ്പസ്തോലന്മാരെ കൊണ്ടുപോയതുപോലെ തമ്പുരാൻ എന്നെ കൊണ്ടുപോയി ഒരുക്കിയിട്ട ഇവിടെ കൊണ്ട് നിർത്തിയേ. ഇപ്പോഴെങ്ങോട്ട് നോക്കി, ഈ പട്ടിണിയിലും ഈ ജീവനില്ലാത്ത അവസ്ഥയിലും ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലും എല്ലാം ഒറ്റ നോട്ട പരിശുദ്ധ കുർബാന വസിക്കുന്ന ജീവനുള്ള ദൈവത്തിലേക്ക് നോക്കുക. കർത്താവ് പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. കൃപയുണ്ടോ എന്ന് തമ്പുരാൻ ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിച്ചുകൊണ്ടിരിക്കും. കൃപ നഷ്ടപ്പെട്ടാൽ ജീവിതം പറ്റത്തീരുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ കൃപ നിറഞ്ഞവളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഷണ്ടൻ പതിയെ പോകുമ്പോൾ ഫിലിപ്പോസ് തിടുക്കത്തിപ്പോ. കാരണം എന്തറിയുമോ, പെട്ടെന്ന് അവന് ആത്മാവിനെ കൊടുക്കാൻ ദൈവം പറയുക. അപ്പം നിങ്ങളോട് ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചു. ഒത്തിരി സൗഖ്യം സംഭവിച്ചവർ കർത്താവിൻ്റെ ആലയത്തിലുണ്ട്, ഒത്തിരി അനുഗ്രഹം പ്രാപിച്ചവരുണ്ട്. അവരോടൊക്കെ ഈശോ പറയുന്ന ഒരു കാര്യം എന്താ? മറ്റുള്ളവരോട് പറഞ്ഞ് തന്നിലുള്ള ആത്മാവിലാൽ അവരെ കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ ആലയത്തിലേക്ക് വരാൻ പറയുക. നമുക്കിങ്ങനെ സമയമൊന്നുമില്ല. എത്ര നാൾ ദൈവവേല ചെയ്യാൻ പറ്റും നമുക്കറിയാമോ? അറിയത്തില്ല. ധ്യാനം തുടങ്ങുക. ഒത്തിരി മക്കളോട് പറയാം, ഒരു ദിവസം വന്ന് കൂടുമ്പോൾ ഒത്തിരി അനുഗ്രഹം കിട്ടിയെങ്കിൽ 5 ദിവസം കൂടുമ്പോൾ എത്ര വലുതായിരിക്കും അനുഗ്രഹം. കഴിവല്ല, തമ്പുരാന്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഭവനത്തിൽ ആരംഭിച്ച് കർത്താവിൻ്റെ സഭയോട് ചേർന്ന് ഈ ശുശ്രൂഷ പോണേ. പൂർണ്ണമായിട്ടും അനുസരിച്ച് വിധേയപ്പെട്ട് തന്നെയാണ് ഈ ശുശ്രൂഷ പോകുന്നത്. ദൈവത്തിൻ്റെ ഓരോ വാക്കുകളെയും അനുസരിച്ച് തന്നെയാണ്. ഒരു മാറ്റമില്ല. മരണം വരെ അതിനൊരു മാറ്റം സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഒരു കുഴപ്പം വരരുത്. സഭയോട് മാക്സിമം ചേരുമ്പോൾ അവൻ്റെ ശരീരത്തോട് ചേരും. അവൻ്റെ ശരീരത്തിൽ മരിക്കുക. കരമുയർത്തി നിങ്ങൾ എന്നോട് ചേർന്നിക്കുമ്പോൾ ആരോട് ചേർന്നിക്കുന്നേ? എൻ്റെ വികാരിയച്ഛനോട് നിങ്ങൾ ചേർന്നിക്കുക. എൻ്റെ വികാരിയച്ഛനോട് ഞാൻ ചേർന്നിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചേർന്നിക്കുകയാണ്. ഞാൻ സഭാപിതാവിനോട് ചേർന്നിക്കുക. ആ സഭാപിതാവ് ആരോട് ചേർന്നിക്കുന്നേ? കർദിനാളിനോട് ചേർന്നിക്കുക. അതെങ്ങോട്ട് ചേർന്ന് നിൽക്കുന്നേ? മാർപ്പാപ്പയോട് ചേർന്നിക്കുന്നേ. യേശുവിൻ്റെ ശരീരത്തോട് നാം ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് സൗഖ്യവും വിടുതലും അനുഗ്രഹമൊക്കെ നമുക്ക് കിട്ടുന്ന. കരമുയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, കർത്താവ് പാപിയായ എനിക്ക് ഒരു അനുഗ്രഹം തന്നു. വിശുദ്ധ ചാവറയച്ചനെ
വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് എനിക്ക് റോമിൽ പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം എൻ്റെ തൊട്ടടുത്തുള്ള CMA സഭയിലെ അച്ഛന്മാർ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ പുറത്തു പോകണ്ട. ആ സമയത്ത് റോമിൽ മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് ചാവറേച്ചൻ്റെ കബറിടത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവമായ കർത്താവ് എനിക്ക് കൃപ തന്നു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ വികാരിയച്ഛന് റോമിൽ പോകാനുള്ള കൃപ കർത്താവ് കൊടുത്തു. വികാരിയച്ഛൻ ആ സമയത്ത് റോമില്ല. കർത്താവ് ആ ചാവറേച്ചൻ്റെ കബറിടത്തിൽ, ആ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഈ ഇടവകയിലെ തന്നെ ഒരു ജനത്തെ, ഒരു മകനെ കർത്താവ് കാരുണ്യം കാണിക്കുക. കഴിവല്ല, ദൈവത്തിൻ്റെ കാരുണ്യ വചനത്തോട് സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ തമ്പുരാൻ ഒത്തിരിയേറെ കൃപ തരും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ധ്യാനത്തിൻ്റെ നോട്ടീസ് 2 സൈഡിലും വെച്ചിട്ടുണ്ട്. ഒരു വ്യക്തി ഇവിടെ വന്ന് സിസ്റ്റേഴ്സിനെ കൊണ്ടിരുന്നൊരു ഡ്രൈവറാണ്. 2 സിസ്റ്റേഴ്സ് ചേർത്തലയിൽ നിന്ന് ഈ ശുശ്രൂഷ കൂടാൻ വേണ്ടി വരുന്നുണ്ട്. ആ ഡ്രൈവർക്ക് കർത്താവ് വലിയൊരു അനുഗ്രഹം കൊടുത്തു, വിദേശത്ത് പോകാനുള്ള. അപ്പോൾ ആ സഹോദരൻ ചെയ്തെന്നറിയുമോ, കുറേ നോട്ടീസുമായിട്ട് തൻ്റെ ഇടവകയിൽ പോയി 2 കുർബാനയ്ക്ക് കൊടുത്ത ഇടവകയിലുള്ള കുറേ യുവജനങ്ങൾക്ക് ഈ ധ്യാനത്തിൽ പങ്കുചേരും. താൻ അനുഭവിച്ച തമ്പുരാൻ്റെ സ്നേഹത്തെ പറഞ്ഞു കൊടുക്കുവാൻ, അവരെ ആ സ്നേഹത്തിലേക്ക് ആനയിക്കുവാൻ ആ മകന് കർത്താവ് കൃപ കൊടുത്തു. എന്നെക്കൊണ്ട് എന്നൊക്കെ പറ്റുന്നുണ്ടെന്നൊന്ന് ചിന്തിക്കുക. ദൈവരാജ്യത്തിന് വേണ്ടി എന്തു ചെയ്യുവാൻ? എനിക്ക് സ്വയം ആ ധ്യാനത്തിൽ പങ്കുചേരുവാനോ, മറ്റുള്ളവരെ പറഞ്ഞ് ആ കർത്താവിൻ്റെ ധ്യാനത്തിൽ കർത്താവിൻ്റെ വചനത്തിൽ ധ്യാനിക്കുക 5 ദിവസം, ആ ധ്യാനത്തിൽ പങ്കുചേരുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എന്നെ മറ്റുള്ളവരെ പറഞ്ഞു വിടാൻ സാധിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കി. പൈസ ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അവർക്ക് വേണ്ടി അവിടെ ക്രമീകരിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുവാൻ അനേകം ദൈവമക്കള് തിരുവചനം അനുസരിച്ച് ദൈവരാജ്യത്തിന്റെ അഭിഷേകത്തിൽ ജീവിക്കുവാനുള്ള വൻ കൃപയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വടക്കേണ്ടിയിലുള്ള ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ 2 സീറ്റ് ഇട്ടേക്കണം, ഞങ്ങൾ 13-ാം തീയതി ഇവിടെ വരും, 20-ാം തീയതി ഞങ്ങൾക്ക് ധ്യാനിക്കണം. അവരെങ്ങനെയോ അറിഞ്ഞതാ ഇങ്ങനെയൊരു ശുശ്രൂഷ കൂടാൻ അവർ ആഗ്രഹിക്കുക. 5 ദിവസം താമസിച്ച് കൂടാനായിട്ട് ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, നീ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും എല്ലാ മാസത്തിലും ഉണ്ട്. അപ്പം എല്ലാവരും, കുടുംബത്തിലുള്ള എല്ലാ കുടുംബാംഗങ്ങളും കർത്താവിൻ്റെ ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുക. എല്ലാവരും ധ്യാനിക്കണം. അതിനുള്ള വലിയ കാരുണ്യത്തിനായിട്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവനെ എല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് നിമിഷം സമർപ്പിക്കാം. നമ്മുടെ സമ്പത്തിനെ സമർപ്പിക്കാം. ഒത്തിരിയേറെ മക്കൾ സാഹചര്യങ്ങളുണ്ടായിട്ടും പോകാൻ പറ്റുന്നില്ല. ചിലർക്ക് സാഹചര്യം ഇല്ല, സമ്പത്തില്ല, കടന്നു പോകാനായിട്ട് വഴിയില്ല, ഭർത്താവ് വിടുന്നില്ല, വീട്ടിലുള്ള സാഹചര്യം ഇല്ല, കുഞ്ഞുങ്ങളായതുകൊണ്ട് പോരാൻ പറ്റുന്നില്ല. പിന്നെ ഒത്തിരിയേറെ തടസ്സം. നമുക്ക് തടസ്സമൊന്നും ഇല്ലാഞ്ഞിട്ടും സാഹചര്യം ഇണങ്ങിക്കിടന്നിട്ടും കർത്താവിൻ്റെ വചനം 5 ദിവസം ഒന്ന് ധ്യാനിക്കുവാൻ സാധിക്കാതെ പോകുന്നുണ്ട്. വില കൊടുക്കേണ്ടി വരും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ ആലയത്തിൽ ഒരുമിച്ചിരുന്ന് ഏക മനസ്സോടെ 5 ദിവസം ധ്യാനിക്കുവാനുള്ള വലിയ അഭിഷേകം കർത്താവേ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി യേശുവേ എന്നൊന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളമാതിരി താർക്കുകയും ഇരുമ്പാടാമ്പിൽ ഒടുക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിൽ നിധിയും രഹസ്യ ധനശേഖരവും
ഞാൻ നിനക്ക് തരും. എന്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിലോ അബ്രാഹത്തിന്റെ നാമത്തിലോ നിന്നെ വിളിച്ച ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്ന ഈ തിരുവചനത്തിന് ശക്തി ഓരോ മക്കളിലേക്കും വ്യാപരിച്ചുകൊണ്ട് സമ്പത്തിന്റെ മേലോ ആത്മീയ ജീവിതത്തിന്റെ മേലോ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളോ വിട്ടൊഴിഞ്ഞു പോയി ദൈവത്തിന്റെ കാരുണ്യം പരിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ വിശുദ്ധ തോമാശ്ലീഹ തൊട്ടറിഞ്ഞ് പരിശുദ്ധ കുർബാന തൊട്ടറിഞ്ഞ് ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് കരമുയർത്തി സ്വരമുയർത്തി ഒന്ന് വിളിക്കാം. യേശുവേ എന്ന് വിളിക്കാം. യേശുവേ എന്ന് വിളിക്കാം. സാമ്പത്തിക ബന്ധനങ്ങള് യേശുവിന്റെ നാമത്തില് അഴിച്ചുവിടുന്നു. കരമുയർത്തി യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവേ എന്ന് വിളിക്കുന്നു. സാമ്പത്തിക കെട്ടുകള് യേശുനാമത്തില് അഴിയപ്പെടട്ടെ. തലമുറയായി കുടിയിരിക്കുന്ന ദാരിദ്ര്യത്തിന്റെ ദുരാത്മസേനകള് കടബാധ്യതയുടെ അരൂപികള് യേശുവിന്റെ വചനത്തിന്റെ ശക്തിയാൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ദൈവത്തിന്റെ മഹത്വം കുടുംബങ്ങളിലോ വ്യക്തി ജീവിതങ്ങളിലോ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വരമുയർത്തി യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവേ എന്ന് വിളിക്കുന്നു. അസമാധാനത്തിന്റെ ദുരാത്മസേനകള് പൈശാചിക ശക്തികള് കുടുംബങ്ങളില് തലമുറയായിട്ട് കുടിയിരുന്നു കൊണ്ട് അസമാധാനം പരത്തുന്ന എല്ലാ ദുരാത്മസേനകളെയും യേശു ക്രിസ്തുവിന്റെ തിരുവചനത്തിന്റെ ശക്തിയാൽ മർക്കോസ് 16:17, ലൂക്ക 10:19, വെളിപാട് 12:11, ഏശയ്യ 22:22 തിരുവചനത്തിന്റെ ശക്തിയാൽ ബന്ധിച്ച് നിത്യനരകാഗ്നിയിലേക്ക് ബഹിഷ്കരിക്കുന്നു. യേശുനാമത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും വിട്ടൊഴിഞ്ഞു പോകുക യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. കരമുയർത്തി യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവേ എന്ന് വിളിക്കുന്നു. ആമേൻ. നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.